ബർത്ത്ഡേ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേ വ്ലോഗ് ഇറങ്ങുന്നത് തന്നെ. മടിയും പനിയും തിരക്കും കാരണം അതങ്ങ് നീണ്ടു പോയി. യൂഷ്വലി എൻ്റെ ബർത്ത്ഡേ വീടും അമ്പലവും കേക്കും അതൊക്കെയായിരുന്നു റൂട്ടീൻ. പക്ഷെ ഇത്തവണത്തെ ബർത്ത്ഡേ വളരെ സ്പെഷ്യലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്റ്റേക്കേഷനൊക്കെ കിട്ടിയായിരുന്നു. അത് നീ ഏതാന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ആരുമല്ല കേട്ടോ. പക്ഷെ എൻ്റെ ലൈഫിലെ വണ്ടർഫുൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാ. ഞങ്ങൾ ആ ട്രിവാൻഡ്രത്തുള്ള സാഗര റിസോർട്ടിൽ 1 ഡേ സ്റ്റേക്കേഷന് പോയായിരുന്നു. അവിടെ ചെന്ന ശേഷം ഞങ്ങൾ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു, പൂളിലിറങ്ങി കളിച്ചു. വളരെ ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. ആരൊക്കെയോ പറയുന്ന പോലെ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണെന്ന് അറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു അത്. പിന്നെന്താ, ഈ സാധനം വെച്ച് റീൽ എടുക്കാൻ നോക്കിയത് ഈ സാധനം സമയത്ത് പൊട്ടാത്തതുകൊണ്ട് ഇത് ഞാൻ അടിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കി, പക്ഷെ പൊട്ടിയില്ലായിരുന്നു. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. നൈറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ പുറത്തൊരു അടുത്തൊരു ഷോപ്പിൽ തന്നെ പോയി ഞങ്ങൾ വെറോട്ട ചിക്കനൊക്കെ യൂഷ്വലുള്ള ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് മോർണിംഗ് എണീച്ചപ്പോൾ തന്നെ അവിടുത്തെ വ്യൂ സൂപ്പർബായിരുന്നു. അവിടുന്ന് ഞങ്ങൾ റെഡിയായി നേരെ ബീച്ചിലോട്ട് അങ്ങ് പോവായിരുന്നു. ബീച്ചിലാണെങ്കിൽ ഒട്ടും തിരയില്ല, നല്ല വെയിലും ഇല്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുൾ ടൈം അവൾക്ക് ബീച്ച് തന്നെ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ പൂളിലോട്ടാണ് പോയത്. ഞാനൊരു പൂൾ പേഴ്സൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അവിടെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തായിരുന്നു.